നമസ്കാരം, ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പകര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നൻചക്ക് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ലോകം മൊത്തം അറിഞ്ഞ ബ്രൂസ്ലിയുടെ ലോകം അറിഞ്ഞ ഒരു വലിയ ആയുധം. അത് അവിടെ ഈ ഗോതമ്പൊക്കെ തല്ലാനൊക്കെ ഉപയോഗിച്ചിരുന്ന ജപ്പാനിൽ ഉപയോഗിച്ചിരുന്ന ചെറിയ സംഗതികളാണ്. എല്ലാവർക്കും അതിൻ്റെ ഹിസ്റ്ററികൾ അറിയാം. എങ്കിലും ഇത് നമ്മൾ പലപ്പോഴും വീഡിയോകളിൽ ബ്രൂസ്ലി കറക്കുന്നത്, അതുപോലെ തന്നെ ഒരുപാട് പേര് അതിൻ്റെ ഒരുപാട് റൊട്ടേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വടിയൊക്കെ കറക്കുന്ന മാതിരിയാണ്. പക്ഷെ പ്രയോഗത്തിൽ വരുമ്പോൾ നമ്മുടെ അതാണല്ലോ, പ്രാക്ടിക്കലാണല്ലോ. ഏതൊക്കെ അടികളാണ് നമുക്ക് പ്രയോജനപ്പെടുക, എങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് ഗുണപ്പെടുക എന്നുള്ളത് മാത്രം ചർച്ച ചെയ്യുന്നു. അപ്പോൾ അതായത് നഞ്ചക്ക് കയ്യിലുണ്ട്. ഞാനിവിടുത്തെ കണ്ടൊരു കാര്യമാണ്. ഒരു വലിയ അടി നടക്കുമ്പോൾ ഒരാൾ നിന്ന് നഞ്ചക്ക് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ അച്ഛൻ വന്നിട്ട് നഞ്ചക്കൂടെ കൂട്ടിപ്പിടിച്ച് അവനിട്ട് ഒറ്റ അടി കൊടുത്ത് വീട്ടിൽ കൊണ്ടുവരുന്ന സംഭവമുണ്ട്. ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ്. അപ്പോൾ ആയുധമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് മറ്റൊരാളുടെ അരികിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന അതേ ആയുധമായിരിക്കും നമുക്ക് അപകടമായിട്ട് വരിക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ നഞ്ചക്കിൻ്റെ വീശലുകൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് നഞ്ചക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ വീശലുകളാണ്, അല്ലെങ്കിൽ ഏതൊക്കെ അടികളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്, അതെങ്ങനെ പിടിക്കണം, അതെങ്ങനെ ചെയ്താൽ എത്രമാത്രം ഇഫക്റ്റീവായിട്ട് ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നേരെ വീഡിയോയിലേക്ക്. നഞ്ചക്ക് പലവിധമുണ്ട്. ഇതൊരു ബേസിക് ആയിട്ടുള്ള കുട്ടികൾ ഉപയോഗിക്കുന്ന നഞ്ചക്കാണ്. അതിന് ഇതെല്ലാം ഫോമാണ് കണ്ടോ. ഈ ഫോം ആയതുകൊണ്ട് അവരുടെ ദേഹത്ത് കൊണ്ടാൽ വേദന എടുക്കില്ല. അതുപോലെ ഇത് ത്രെഡാണ്, അതുകൊണ്ടും സേഫാണ്. അപ്പോൾ പഠിക്കാൻ ഏറ്റവും എളുപ്പവും, അതുപോലെ ഇപ്പോൾ നമ്മൾ സിനിമാറ്റിക് ആയിട്ടുള്ള ഫൈറ്റൊക്കെ ചെയ്തില്ലേ, അതിലൊക്കെ എപ്പോഴും നല്ലത് ഈ നഞ്ചക്കായിരിക്കും. ഇപ്പോൾ സ്റ്റേജ് ഷോകളിലൊക്കെ വളരെ വേഗത്തിലൊക്കെ ചെയ്യണമെങ്കിൽ ഈ നഞ്ചക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇതാണ് ഒരു സെക്ഷൻ. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഫോമുണ്ട്. ഇത് ഫോമാണ്, പക്ഷേ ഇതിനകത്തുള്ള ഇത് നല്ല ഇരുമ്പാണ്, നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ ഇത് അടി കിട്ടിയാൽ നല്ല വേദന എടുക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ചെയിൻ കണ്ടോ, ഇത് സ്റ്റീലാണ്, SS ആണ്. അപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ചോദിക്കുമായിരുന്നു, ഈ സാധാരണ ഇപ്പോൾ ബ്രൂസ്ലിയുടെ പടങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ബ്രൂസ്ലി ഉപയോഗിക്കുന്ന മിക്കവാറും നഞ്ചക്കുകളിൽ ത്രെഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത്, ചെയിൻ ആയിരിക്കില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് മാസ്റ്റർ ഈ ത്രെഡ് ഈ മാറിയിട്ട് ചെയിൻ ഉപയോഗിക്കും ചോദിച്ചും പറഞ്ഞു, നമുക്ക് വാള് കൊണ്ടൊക്കെ ഒരു വെട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇതിലാണ് തട്ടാൻ പറ്റുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പിന്നീട് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, വാള് കൊണ്ട് വെട്ടിയാൽ ഒരിക്കലും ഈ ചെയിൻ കൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. അതല്ല, നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ചെയിനുകളുടെ ഈ നമ്പേഴ്സ് കൂടുതലായിരിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്പറുകൾ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉപയോഗത്തിൽ വരുമ്പോൾ ഇത് വേസ്റ്റ് ആയിരിക്കും. ഇതാണൊരു സത്യം. സ്റ്റീലിൻ്റെയൊക്കെ ഉണ്ട്. സ്റ്റീലിൻ്റെയൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോൾ സ്റ്റേജ് ഷോയിലൊക്കെ വീശി കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ചാൽ ലൈറ്റൂടൊക്കെ വരുമ്പോൾ ഭയങ്കര ഭംഗിയുള്ളതായിരിക്കും. അതാണ് സ്റ്റീൽ നഞ്ചക്കിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാർബൺ ഫൈബർ കൊണ്ട്, നല്ല വെയിറ്റ് ആണിത്, അടിയൊക്കെ കൊണ്ടാൽ പൊട്ടും. കാർബൺ ഫൈബർ കൊണ്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് നഞ്ചക്കും ഉണ്ട്. എന്നാൽ ഒരു സത്യസന്ധമായ അവസ്ഥ പറയട്ടെ, ഇപ്പം നിങ്ങൾ കണ്ടതൊന്നും യഥാർത്ഥത്തിലുള്ള നഞ്ചക്കല്ല. ജപ്പാൻകാർ ഉപയോഗിക്കുന്ന നഞ്ചക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡൻ നഞ്ചക്കാണ്. അത് ഇത്രയേ ഉള്ളൂ സാധനം. ഇതിൻ്റെ ഇടഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ത്രെഡാണ്, ചരടാണ്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് അങ്ങനെയുള്ള കാര്യം, ഇത് ഒറിജിനൽ ജപ്പനീസ് നഞ്ചക്കാണ്. ഇതാണ് യഥാർത്ഥത്തിൽ അവരുടെ ഒക്കിനാവൻ ദ്വീപിലൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് കുറച്ച് ഡേഞ്ചറാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ആ ചെയിനിൻ്റെ വലിപ്പം ഉണ്ടോയെന്ന് നോക്കിയേ. ചെയിനിൻ്റെ വലിപ്പം ഇല്ല, കണ്ട, ചെറുതാണ്. എന്തുകൊണ്ടെന്ന് ഞാനത് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഒരു വശമുള്ളത്. ഇതിൻ്റെ ഈ ഭാഗം നോക്കുക, ഉരുണ്ടതാണ്, നല്ലതായിട്ട് ഉരുണ്ടതാണ്. എന്നാൽ ഇതിലും അപകടകാരിയായ നഞ്ചക്കുണ്ട്. അതാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൻ്റെ വശങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഓരോ ഭാഗം അങ്ങനെ ചെത്തി മിനുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ഭാഗത്ത് അടിച്ചാലും അടി കൊണ്ടാലും എന്ത് പറ്റും, തീർച്ചയായിട്ടും ഇത് പ്രശ്നമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതിലും ഈ ത്രെഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് പഠിക്കുന്ന ആളും പഠിപ്പിക്കുന്ന ആളും ഒക്കെ തന്നെ സൂക്ഷിക്കേണ്ട ഒരു നഞ്ചക്കാണ്. കാരണം അടി തിരിച്ചു കിട്ടാനും വഴിയുണ്ട്. നഞ്ചക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ കൺട്രോൾ ഇല്ലാത്ത ഒരാൾ അടിച്ചാൽ അയാൾക്ക് തന്നെ അപകടമായി വീഴും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ ഓരോന്നിനും ഞാൻ കാണിച്ചു തരാം, ഉപയോഗിക്കുന്ന മെത്തേഡും കാണിച്ചു തരാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നഞ്ചക്ക് പിടിക്കേണ്ട ചില മെത്തേഡുകളുണ്ട്. നോക്ക്, നഞ്ചക്ക് നമുക്ക് ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വിരൽ കണ്ടോ, ഇതിൽ ഇങ്ങനെ പിടിക്കുക. ഓക്കെ, ബാക്കിയുള്ള വിരലുകൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കുക. ഇതാണ് ആദ്യം വേണ്ടത്. ക്ലിയർ? നോക്കുക, ഈ രണ്ട് വിരൽ കൊണ്ട് ഇങ്ങനെ പിടിക്കുക, ബാക്കി 3 വിരലുകൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നഞ്ചക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഇങ്ങനെ നിൽക്കും. ഓക്കെ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എറിയാൻ പഠിക്കുക. മനസ്സിലായോ? ഇങ്ങനെ പിടിക്കുക, എറിയുക, തിരിച്ച് പിടിക്കാൻ പഠിക്കുക. കണ്ടോ? സി, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ ത്രോ ചെയ്യുക, നേരെ പുറകോട്ട് വരിക, ഇത് ചേർത്ത് പിടിക്കുക. ത്രോ, ബാക്ക് ആൻഡ് ബാക്ക്. ക്ലിയർ? എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ നഞ്ചക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ മുഖത്തേക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. കാണിച്ചു തരാം കേട്ടോ. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ എറിയുന്ന നഞ്ചക്ക് നമുക്ക് ഇങ്ങോട്ട് കൺട്രോൾ ചെയ്യാം. മനസ്സിലായോ? ഇങ്ങനെ എറിയുന്ന നഞ്ചക്ക് നമുക്ക് ഇങ്ങോട്ട് കൺട്രോൾ ചെയ്യാം.
ഇങ്ങനെ എറിയുന്ന നെഞ്ചക്ക് നമുക്ക് ഇങ്ങോട്ട് കൺട്രോൾ ചെയ്യാം. ഇത് നോക്കുമ്പോൾ ഇതിങ്ങനെ 90 ഡിഗ്രി ഇരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? കൃത്യമായിട്ട് 90 ഡിഗ്രി ഇരിക്കണം. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ എറിയുന്ന നെഞ്ചക്ക് 1 അടിച്ചിട്ട് പുറകോട്ട് എടുക്കാം, 2 അടിച്ചിട്ട് നമുക്ക് മുന്നോട്ട് എടുക്കാം. മീൻസ് ഇങ്ങനെ എടുക്കാവുന്ന സാധനം. എറിഞ്ഞു മുന്നോട്ട് എടുത്ത് കണ്ടോ, എറിഞ്ഞു നേരെ എടുത്ത് കറക്കി കഷ്ടത്തിൽ വെക്കാം. ഇങ്ങനെ ഏത് മെത്തേഡ് ഉപയോഗിക്കാം. അതായത് അടിക്കുന്ന നെഞ്ചക്ക് അടി കൊണ്ടതിന് ശേഷം തിരിച്ച് വരും. ആ വരുന്ന സമയത്ത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് അറിയാതിരിക്കണം, ഇല്ലെങ്കിൽ കുഴപ്പമാവും. എങ്ങനെയെന്ന് കാണിച്ചു തരാം. നഞ്ചക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നഞ്ചക്ക് ഒരു അടി കൊണ്ടാൽ അത് തിരിച്ച് നമുക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരടി ഇവിടെ കൊണ്ടാൽ ഇത് തിരിച്ച് വരുന്നേക്കാൾ കൂടുതൽ താഴേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലായോ? അടി കൊണ്ട് താഴേക്ക് പോകണം. നമ്മളിങ്ങനെ അടിക്കുമ്പോൾ അടിച്ചിട്ട് ഇങ്ങനെ വലിക്കണം. മനസ്സിലായോ? അടിച്ച് വലിക്കണം. ഇല്ലുള്ള കുഴപ്പം അടിച്ചിട്ട് കണ്ട് തിരിച്ചു വന്നാൽ നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാം. താഴോട്ടാണ് എപ്പോഴും എളുപ്പം, താഴേക്കാണ് എപ്പോഴും എളുപ്പം. അടി തിരിച്ച് വന്ന് ഇങ്ങനെ എടുക്കാനായിട്ട് നമുക്ക് കഴിയും. ഇതാണ് അതിൻ്റെ ബേസ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഓക്കെ. ഇനി അടുത്തത് എന്ന് പറയുന്നത്, ഇപ്പം ഇങ്ങോട്ടൊരടി വന്നു, താഴേക്ക് വന്നാൽ ഇങ്ങനെ അടിക്കുമ്പോഴും തിരിച്ചു വരാൻ വഴിയുണ്ട്. എങ്ങനെ വന്നാലും നമ്മുടെ കയ്യിൽ കൺട്രോൾ നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടാവും. ക്ലിയർ? ബ്രൂസിലിയുടെ പല പിക്ചറുകളിലും ഇങ്ങനെ നിൽക്കുന്ന ഒരു പൊസിഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വളരെ കൃത്യമായിട്ട്. ഇത് നഞ്ചക്കിൻ്റെ ബാലൻസ് ആണ്. ഏതിനൊരു കറക്റ്റ് സെൻറ്റർ ഉണ്ടാവും. ബ്രൂസിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നഞ്ചക്ക് നിൽക്കുന്ന പൊസിഷൻ, ഇപ്പോൾ ഞാൻ വിരലുകൾ തൊട്ടിട്ടില്ല, അവിടെ നിർത്താനായിട്ട് ആദ്യം പഠിക്കണം. ആ പിടുത്താണ് ശരിക്കും നമ്മളിങ്ങനെ പിടിക്കേണ്ടത്. മനസ്സിലായോ? ഇവിടുന്ന് ഒരുപാട് ചേർത്തോ അല്ലെങ്കിൽ ഇവിടുന്ന് ഒരുപാട് അകത്തിയോ അല്ല നഞ്ചക്ക് കറക്കേണ്ടത് ഇതിന് ബാലൻസ് എവിടെ ആവുന്നോ അതനുസരിച്ചാണ് നമ്മൾ പിടിക്കേണ്ടത്. പിടിച്ചാൽ ഇത് കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് വരികയൊക്കെ ചെയ്യും. മനസ്സിലായില്ലേ? ക്ലിയർ? ഇങ്ങനെയാണ് നഞ്ചക്ക് പിടിക്കേണ്ടത്. പിന്നെ ഇത് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ പോകുന്നത് അറിയരുത്. കണ്ടോ? ഇതാദ്യം പഠിക്കുക. ഓക്കെ. ഇതാണ്. രണ്ടാമത്തെ മേലോട്ടാണ് കറങ്ങുക. അപ്പോൾ താഴേന്ന് ഇങ്ങനെ അടിക്കാം, വശങ്ങളിലേക്ക് അടിക്കാം. അപ്പോൾ നമ്മുടെ ചെന്നി കൂട്ടിയൊക്കെ അടിക്കുന്നത് വശത്തിലേക്കായിരിക്കും അടിക്കുക. താഴേന്ന് മേലോട്ട് ഗ്രോവിൻ സൈഡിലേക്ക് നമ്മൾ അടിക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്യണത്. അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള അടി വരുന്നുണ്ടോ, ഇങ്ങനെ ചെയ്ത് പഠിക്കുന്നുണ്ട്. അത് ബാക്കിൽ വരുമ്പോഴത്തേക്ക് ഇത് പ്രധാന കാര്യമാണ്. ഇത് പക്ഷേ അറിയാൻ വയ്യാത്ത ഒരു വീട്ടിൽ പ്രാക്ടീസ് ചെയ്യരുത്, അപകടം ഉണ്ടാകുന്ന കാര്യമാണ്. കാരണം കൃത്യമായിട്ട് നഞ്ചക്കിൻ്റെ ഒരു BC ഉണ്ട്, നമുക്ക് കിട്ടാനായിട്ടുള്ള സംവിധാനങ്ങൾ വേണം. അതുപോലെ തന്നെ കാലുണ്ട് നമ്മൾ അടിക്കാറുണ്ട്. ഇങ്ങനെ കിക്ക് ചെയ്യുന്ന സമയത്ത് കാലുണ്ട് അടിക്കാറുണ്ട്. ഉണ്ടോ? അപ്പോൾ അതെല്ലാം ചെയ്യുന്നതിനാണ് വെച്ചാൽ കിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രയോഗ വശങ്ങൾ നേരിട്ട് കാണിച്ചത് എങ്ങനെയാണ് ചെയ്യുന്നുള്ളതും അതെങ്ങനെ ചെയ്യണം എന്നുള്ളതും നമുക്ക് കാണാം. ഓക്കെ. ഇത് നമ്മൾ നഞ്ചക്ക് ഈ ചെന്നിയുടെ ഈ ഭാഗം കൂട്ടി അടിക്കണത് ഇവിടെ ഉണ്ടോ. അപ്പോൾ അത് നമ്മൾ ഈ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റണം. ഇവിടെ കിട്ടിയാൽ ഒന്നുകൂടെ ഉണ്ടോ, നഞ്ചക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണം. പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഉണ്ടോ അങ്ങനെ അടിക്കാനും പഠിക്കണം. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഇനി ഇത് പ്രാക്ടിക്കലി വരുമ്പോൾ ഇപ്പോൾ ഒരു പഞ്ച് വരുവാന്ന് കൂട്ടിക്ക് നമ്മൾ എന്താ ചെയ്ത് നോക്കണം. പഞ്ച് വരിക, നമ്മൾ മാറിയല്ലോ, ദെൻ മൂവ് പറ്റിയാ ഒന്നുകൂടെ ഇവിടെ പിടിച്ചിരിക്കുന്ന എന്തെങ്കിലും എന്താ ഇത് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റണം. ഇതാണ് ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി, ഇപ്പോൾ ഒരു കത്തിക്ക് കുത്തു വരികയാണ് എന്താ ചെയ്യുന്നതാണ് കാണിക്കണം. നോക്കാം. ഇതിൽ നമ്മുടെ ഒരു കത്തിക്ക് കുത്തു വരുന്ന നോക്കി, നമ്മളിവിടുന്ന് മാറിയുണ്ടോ, മാറിയിട്ട് ഇവിടെ ഒരടിയാണ്. അതായത് ഇവിടെ അടിച്ചാൽ ഈ നഞ്ചക്ക് ശരിക്കും തടിയാണെങ്കിൽ കത്തി തെറിച്ചിരിക്കും. ഓക്കെ. നഞ്ചക്ക് ശരിക്കും ഒരടിക്ക് കത്തി തെറിക്കും. തരിക്കുമ്പോൾ ആൾ എങ്ങോട്ടാണ് വരിക, മുന്നോട്ട് ആഞ്ഞു വരും. ആ സമയത്ത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, മനസ്സിലായോ? ഒന്നാമത് കുത്തു വരുന്നു, നമ്മൾ തട്ടിയുണ്ട്, തടി. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് കത്തിക്കൊക്കെ കുത്തുമ്പോൾ നഞ്ചക്ക് ഉപയോഗിക്കുന്നത്. ചിലർ കത്തിക്ക് നഞ്ചക്ക് ഉപയോഗിക്കുന്നത് ഇത് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഒന്ന് നോക്കിയോണേ. ചിലർ കത്തിക്ക് കുത്തുമ്പോൾ നമ്മൾ ഈ കളരിപ്പയിലൊക്കെ ഉപയോഗിക്കില്ലേ, കത്തിയും തളയൊക്കെ ഉപയോഗിക്കില്ലേ എന്ന് പറഞ്ഞവർ ഈ നഞ്ചക്ക് കൊണ്ട് ചെയ്യുന്ന പഠിപ്പിക്കുന്ന ആശാന്മാരുണ്ട്. ഞാൻ ചെയ്ത് കാണിക്കും. നോക്കുക. കുത്തു വരുമ്പോൾ നമ്മൾ മാറിയിട്ട് ഇങ്ങനെ ചെന്നിട്ട് കയ്യെ ഇങ്ങനെയൊക്കെ പിടിച്ച് കളയുന്നൊക്കെ കാണിക്കാറുണ്ട്. ഇത് ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത്. കാരണം കത്തിക്ക് കുത്തു വരുമ്പോൾ ഇത് കണ്ടോ, ഇത് എവിടോട്ട് കയറാൻ വഴിയുണ്ട്, കയ്യിലോട്ട് കയറാൻ വഴിയുണ്ട്. ഇതിനകത്തൂടാണ് നമ്മൾ കയറുന്നത്. അപ്പം നമ്മളൊരു ഇച്ചിരി മാറിക്കഴിഞ്ഞാൽ കത്തി എവിടെ കയറും, ഇവിടെ കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കത്തിക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള മാറ്റി ഇങ്ങനെ പൂട്ടാനൊന്നും ശ്രമിച്ചു കളയല്ലേ. ഒരു കാരണവശാലും ശ്രമിക്കില്ല. നമ്മൾ മാറുമ്പോൾ ഇവിടോട്ട് മാറി കത്തി അടിച്ച് കളയാൻ നോക്കണ്ട. കത്തി അടിച്ചുമ്പോൾ ആളെ എങ്ങോട്ട് വരും. അവിടെ ക്ലിയർ.
ഇത് ഈ രീതിയിൽ മാറിയാൽ മാത്രമേ നഞ്ചക്കിൻ്റെ ഉപയോഗങ്ങൾ നമുക്ക് വരുള്ളൂ. ക്ലിയർ? ഒരടി വരുമ്പോൾ നമുക്ക് നഞ്ചക്ക് പല വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റും. എക്സാമ്പിൾ, ഒരടി വരുന്നു, നമ്മൾ തട്ടി കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ തട്ടി കണ്ടോ, ഇവിടെ നേരെ നമുക്ക് പെഡലൊക്കെ ഇട്ടിട്ട് ഇവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചെയിൻ കണ്ടോ ഇത്രയും നീളത്തിലാണ് കിടക്കുന്നത്, ഇത്രയും നീളമുണ്ട് ചെയിൻ. അപ്പോൾ ഇവിടുന്ന് വന്നാൽ നമ്മൾ വീണ്ടും ഇതിങ്ങനെ ക്ലോസ് ചെയ്യേണ്ടി വരും, എന്നാലേ ഇവിടെ മുറുകുള്ളൂ. ക്ലിയർ? എന്നാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മളിവിടെ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന നഞ്ചക്കാണ്. ഇതേ സ്ഥലത്ത് ഒറിജിനൽ ത്രെഡ് ഉപയോഗിക്കുന്ന നഞ്ചക്ക് ഇതിൽ എന്താണ് വ്യത്യാസം നോക്കാം. ഓക്കെ, ഇവിടെ അടി വരുമ്പോൾ നമ്മൾ ജസ്റ്റ് തട്ടി കണ്ടോ, ഈ തട്ടിയിട്ട് ഇത് മേലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നോക്ക്, ഇതിപ്പോൾ ഇത്ര അകലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്രഷർ എഴുതിയാൽ പ്രധാനപ്പെട്ട നാഡി ക്ലോസ് ആവും. ക്ലിയർ? അതിനായിട്ടാണ് ഈ സാധനം ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ഞാനിതിന് കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെഡൽ ഉൾപ്പെടെ. ഇനിയുള്ളത്, നമ്മൾ നഞ്ചൊക്കെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു അടിയില്ലേ നേരെ. ഓക്കെ, അതെന്താണ് എന്ന് നോക്കിക്കോളൂ. ഇപ്പോൾ ഒരു പഞ്ചൊക്കെ വരുമ്പോൾ നമ്മൾ എന്തായാലും നോക്കുക കേട്ടോ. പഞ്ച് വരുമ്പോൾ നമ്മൾ മാറി കണ്ടോ, വ്യക്ത പിടിക്കിട്ടോ, നേരെ ഇടുക, അടിക്കുക, നേരെ പിടിക്കുക. ക്ലിയർ? അടുത്തൊരു മൂവ് പൊതുവിൽ നമ്മൾ ചെയ്യാറുള്ളതാണ്, ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് നേരെ എടുത്തിട്ട് കണ്ടോ, അത് ഡബിൾ കോമ്പിനേഷനാണ്. 1 2 3 4 എന്നാണ് കേട്ടോ. ക്ലിയർ? അതെങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. നഞ്ചക്കിൻ്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഏറ്റവും വലിയ അപകടം? ഒരാൾക്കിട്ട് അടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അതെ, ഈ ISI ഉള്ള ഹെൽമെറ്റ് ഇപ്പോൾ പൊട്ടിയെന്ന് ഓർക്കണം. ISI ഉള്ള ഹെൽമെറ്റ് പൊട്ടുമ്പോൾ അതിൻ്റെ അടിയുടെ വെയിറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത് നമ്മൾ അറേഞ്ച് ചെയ്തൊക്കെ അടിച്ചത്. ഒരു മനുഷ്യൻ്റെ തലക്കൊക്കെ അടിക്കുമ്പോൾ എത്ര അപകടം ഉണ്ടാകുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഒരുപാട് പേരൊക്കെ വരുമ്പോൾ നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ നമ്മളിത് റോഡിൽ കൊണ്ടുപോയി തല്ലാനുള്ളൊരു സംഗതിയല്ല. കല പഠിച്ച ആരും അങ്ങനെ ചെയ്യത്തുമില്ല. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ചേറെ മൂവ്മെൻറ്റുകളാണ് നമുക്ക് എപ്പോഴും പ്രാക്ടിക്കലി പ്രയോജനപ്പെടുക. അല്ലാതുള്ള കുറച്ചേറെ കറക്കുകൾ അത് നമ്മളിപ്പോൾ അലങ്കാരപ്പയറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഉപയോഗിക്കാനേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള കുറച്ച്, ഇതിൻ്റെ പേര് സ്ട്രൈക്ക് എന്നാണ്. ഓരോ ടൈപ്പ് സ്ട്രൈക്ക് ഉണ്ട്. ആ സ്ട്രൈക്ക് എവിടെ എന്ത് ചെയ്താൽ എന്താകുമെന്ന് ഗുരുക്കന്മാർ പറഞ്ഞു തരണം. മാസ്റ്റേഴ്സ് പറഞ്ഞു തരുമ്പോഴാണ് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുക. എന്തെങ്കിലും പുതിയൊരു അറിവായിരിക്കും അല്ലെങ്കിൽ ഒരു ഉണർവായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.